ഇന്നത്തെ രണ്ടാം T20യിൽ ഇന്ത്യയുടെ വിജയശില്പിയായത് അഭിഷേക് ശർമ്മയായിരുന്നു. സെഞ്ചുറി പ്രകടനമാണ് അഭിഷേക് കാഴ്ചവെച്ചത്. IPLൽ എങ്ങനെയാണ് കളിച്ചത് അതുപോലത്തെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് അഭിഷേക് ഇന്ന് കാഴ്ചവെച്ചത്. അഭിഷേകിന്റെ ബാറ്റിംഗ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ആയത് അഭിഷേക് ആയിരുന്നു. ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വെറും 47 ബോളിൽ നിന്നാണ് സെഞ്ചുറി അഭിഷേക് അടിച്ചുകൂട്ടിയത്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി അഭിഷേക് പറഞ്ഞത് എങ്ങനെയായിരുന്നു: ഇന്ത്യൻ ടീമിൽ എനിക്ക് അവസരം കിട്ടി, കഴിഞ്ഞ മത്സരത്തിൽ എനിക്ക് കളിക്കാൻ സാധിച്ചില്ല, അതൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരുന്നു. എന്നാൽ ഇന്നത്തെ മാച്ചിൽ ഞാൻ രണ്ടും കൽപ്പിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ടീമിന് വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യണം. എൻ്റെ ഇൻസ്പിറേഷൻ രോഹിത് ശർമ്മയും കോഹ്ലിയുമാണ്. അവരുടെ ബാറ്റിംഗ് രീതിയാണ് ഞാൻ കണ്ടുപിടിക്കാറ്. ഇപ്പോൾ എനിക്ക് മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി. ഈ ഒരു അവാർഡ് എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ്. എൻ്റെ ആദ്യത്തെ മാൻ ഓഫ് ദി മാച്ച് ആണ് ഈ ഒരു അവാർഡ്. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യൻ ടീം തോറ്റപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല, എല്ലാവരും ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ മികച്ച രീതിയിൽ കളിച്ചു. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മത്സരങ്ങളിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് അഭിഷേക് വ്യക്തമാക്കി. ഇന്ത്യക്ക് പുതിയൊരു ഓപ്പണറെ കിട്ടിയിരിക്കുകയാണ്, അതാണ് അഭിഷേക് ശർമ്മ. ഇന്ത്യൻ ടീമിൽ രണ്ടാമത്തെ മത്സരം മാത്രമാണ്, എന്നിട്ടും അഭിഷേക് സെഞ്ചുറി അടിച്ചു. സീനിയർ താരങ്ങളെ പോലും അത്ഭുതപ്പെടുന്ന പ്രകടനമാണ് അഭിഷേക് കാഴ്ചവെച്ചത്. സിംബാബ്വെ ബൗളേഴ്സിനെ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്ന അഭിഷേകിനെയാണ് നമ്മൾ ഇന്ന് ഗ്രൗണ്ടിൽ കണ്ടത്. താരത്തിന്റെ ബാറ്റിംഗ് മികച്ചതായിരുന്നു. കളി കാണാൻ തന്നെ വളരെ രസമായിരുന്നു. ഇതുപോലത്തെ ഒരു വെടിക്കെട്ട് ഓപ്പണറെയാണ് ഇന്ത്യൻ ടീമിന് ഇനി ആവശ്യം. രോഹിത് ശർമ്മ T20യിൽ നിന്ന് പടിയിറങ്ങി. ഇനി അങ്ങോട്ട് അഭിഷേക് ഓപ്പണിംഗിൽ കത്തിക്കയറും. 234 റൺസാണ് ഇന്ത്യ ഇന്ന് അടിച്ചുകൂട്ടിയത്. സെക്കൻഡ് ബാറ്റിംഗിൽ സിംബാബ്വെ 134 റൺസിൽ ഓൾ ഔട്ടായി. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.